ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ജനങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി ഇന്ത്യ ബഹിരാകാശത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം രാജ്യത്ത് മുൻപന്തിയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടനാട്ടിൽ മത്സ്യകൃഷി വികസനം ലക്ഷ്യമിട്ട് പുതിയ പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. മലപ്പുറം, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിലമ്പൂർ മെമു ഇന്ന് സർവീസ് ആരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. 134ാമത് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ ഡയമണ്ട് ഹാർബർ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ജനങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ISRO സംഘടിപ്പിച്ച പരിപാടിയിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. ബഹിരാകാശ മേഖലയിൽ പരിഷ്കരണങ്ങൾ യുവാക്കളെയും സ്വകാര്യ മേഖലയെയും സ്റ്റാർട്ടപ്പുകളെയും പുതിയ മേഖലകൾ പര്യവേക്ഷണം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം രാജ്യത്ത് മുൻപന്തിയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യവസായ സൌഹൃദ സംസ്ഥാനം എന്നതിലുപരി നിക്ഷേപ സൌഹൃദ സംസ്ഥാനമെന്ന നിലയിലും കേരളം വളരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ ആരംഭിക്കുന്ന അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ശക്തമായ അടിസ്ഥാനമൊരുക്കുന്നതിനുള്ള ചുവടുവയ്പ്പാണ് ലോജിസ്റ്റിക്സ് പാർക്ക് പദ്ധതിയെന്ന് ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി. വ്യവസായ സൗഹൃദം എന്നതിലുപരി നിക്ഷേപക സൗഹൃദ സംസ്ഥാനം എന്ന നിലകൂടി കേരളം വളരുന്നു. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും വ്യാവസായിക ഭാവിക്കും ശക്തമായ അടിസ്ഥാനമൊരുക്കുന്നതിനുള്ള ഒരു മഹത്തായ ചുവടുവയ്പ്പാണ് ഈ ലോജിസ്റ്റിക്സ് പാർക്ക് പദ്ധതി. ഇത്തരം ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ നമ്മുടെ സംസ്ഥാനത്തെ ദേശീയ ആഗോള വ്യവസായ ഭൂപടത്തിൽ ഉറച്ച സ്ഥാനം നേടിയെടുക്കാൻ സഹായിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടനാട്ടിൽ മത്സ്യകൃഷി വികസനം ലക്ഷ്യമിട്ട് പൈലറ്റ് പ്രോജക്ട് നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മത്സ്യ കർഷകരുടെ ഉപജീവനം മെച്ചപ്പെടുത്താൻ സഹായകരമാകുന്ന രീതിയിൽ കുട്ടനാട് മേഖലയ്ക്ക് അനുയോജ്യമായ വിവിധ മത്സ്യകൃഷി രീതികൾ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ അധ്യക്ഷതയിൽ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആധുനികവും പരമ്പരാഗതവുമായ മത്സ്യകൃഷി രീതികൾ നടപ്പിലാക്കി കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ യാത്രക്കാർക്ക് ആശ്വാസമായി നിലമ്പൂർ മെമു ഇന്ന് സർവീസ് ആരംഭിക്കും. നിലമ്പൂരിലേക്കുള്ള ട്രെയിനിന്റെ ആദ്യ യാത്ര ഇന്ന് രാത്രി ഷൊർണൂരിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് രാത്രി 8:40 റെയിൽവേ സ്റ്റേഷനിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മെമു യാത്ര ആരംഭിക്കുക. നാളെ മുതൽ എറണാകുളത്ത് നിന്ന് 5:40 പുറപ്പെടുന്ന ട്രെയിൻ 8:30 ഷൊർണൂരിലെത്തും. ഇവിടെ നിന്നും 8:35 യാത്ര തിരിക്കുന്ന മെമു 10:05 നിലമ്പൂരിലെത്തും. പിറ്റേന്ന് പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്ന് മടങ്ങുന്ന ട്രെയിൻ 4:55 ഷൊർണൂരിലെത്തുക. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. ഫിക്കിയും കൊച്ചി വിമാനത്താവളവും സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതിവേഗം വളരുന്ന വ്യോമയാന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, നവീകരണം പരിപോഷിപ്പിക്കുക തുടങ്ങിയവയാണ് പരിപാടിയുടെ ലക്ഷ്യം. 2 ദിവസത്തെ ഉച്ചകോടിയിൽ 50-ലേറെ വിദഗ്ധർ പങ്കെടുക്കും. വൈദ്യുതി സുരക്ഷയെപ്പറ്റി കാര്യമായ അവബോധം സമൂഹത്തിൽ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പും ചേർന്ന് വൈദ്യുത സുരക്ഷയും ഊർജ്ജ സംരക്ഷണവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പുതിയ മൊബൈൽ ആപ്പ് മന്ത്രി വി ശിവൻകുട്ടി പുറത്തിറക്കി. ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിച്ചത്. എല്ലാ അംഗങ്ങളും മൊബൈൽ ആപ്പ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ചികിത്സയിലുള്ള മലപ്പുറം കാപ്പൽ സ്വദേശിനിയായ 55-കാരിക്കാണ് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 6 അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത ശക്തമാക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പരാതി ഗൌരവമായി പരിശോധിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിന്റെ ഒന്നാം ഘട്ടമായാണ് ഒരു പരാതി പോലും ലഭിക്കാതിരുന്നിട്ടും 24 മണിക്കൂറിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത്. വിഷയം നടപടിക്രമമനുസരിച്ച് പാർട്ടി പരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സഞ്ചാരികളുടെ പറദീസയായ ഇടുക്കിയിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വർധന. ജില്ലയുടെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഈ വർഷം ഇതുവരെ എത്തിയത് 20 ലക്ഷത്തോളം പേരാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പ്രതികൂല കാലാവസ്ഥ മൂലം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പല ദിവസങ്ങളിലും അടച്ചിട്ടുവെങ്കിലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചുവെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓണക്കാലമാകുന്നതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇനിയും വർധനയുണ്ടാകുമെന്നാണ് DTPCയും ടൂറിസം വകുപ്പ് അധികൃതരും പറയുന്നത്. ഇടുക്കിയിലേക്ക് എത്തിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രം വാഗമൺ തന്നെയാണ്. വാഗമൺ പുൽമേടും മൊട്ടക്കുന്നുകളും കാണാൻ 5,43,979 സഞ്ചാരികളും വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ 5,08,505 ടൂറിസ്റ്റുകളും എത്തി. പത്തനംതിട്ട ചെറുകോൾ നെട്ടായത്തിൽ അടുത്ത മാസം 4 നടക്കുന്ന ഉത്രാടം തിരുനാൾ ജലോത്സവത്തിന്റെ ട്രോഫി അനാച്ഛാദനവും ലോഗോ പ്രകാശനവും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. പത്തനംതിട്ട കോഴഞ്ചേരി ചെറുകോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കടവിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ വർഷം 15 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. 134ാമത് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ ഡയമണ്ട് ഹാർബർ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം കൊൽക്കത്തയിൽ പുരോഗമിക്കുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ 3ാം ദിനം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പി റിപ്പിൾസ് മത്സരം പുരോഗമിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് നേടി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ആലപ്പി 4 വിക്കറ്റ് നഷ്ടത്തിൽ 104 റൺസ് എന്ന നിലയിലാണ്. ഇന്നത്തെ 2ാം മത്സരം തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും തമ്മിൽ അല്പസമയത്തിനകം നടക്കും. ആകാശവാണി കൊച്ചി ക്ലസ്റ്ററിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും ഓഫീസ് മേധാവിയുമായി K. സുബ്രഹ്മണ്യൻ അയ്യർ ചുമതലയേറ്റു. കൊച്ചി ക്ലസ്റ്ററിന്റെ കീഴിലുള്ള എല്ലാ ആകാശവാണി സ്റ്റേഷനുകളുടെയും ദൂരദർശൻ കേന്ദ്രങ്ങളുടെയും ചുമതല ഇദ്ദേഹത്തിനാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഈ വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും 1 ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമബത്തയിലെ 1 ഗഡുവും അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. UGC, AICTE, മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും DA, DR വർധനവിന്റെ ആനുകൂല്യം ലഭിക്കും. സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനിനൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി സെപ്റ്റംബർ 10 വരെ നീട്ടിയതായും മന്ത്രി അറിയിച്ചു. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ K. ബറിയും സംഘവും ഈ മാസം 29 വയനാട് സന്ദർശിക്കും. മുത്തങ്ക വനമേഖല സന്ദർശിക്കുന്ന സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. തുടർന്ന് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന സംഘം മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തുകയും ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ജനങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം രാജ്യത്ത് മുൻപന്തിയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടനാട്ടിൽ മത്സ്യകൃഷി വികസനം ലക്ഷ്യമിട്ട് പുതിയ പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. മലപ്പുറം, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിലമ്പൂർ മെമു ഇന്ന് സർവീസ് ആരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. 134ാമത് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ ഡയമണ്ട് ഹാർബർ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടുന്നു.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.